ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. നിങ്ങൾ ജനറൽ പ്രമോ ഒക്കെ കണ്ടു കാണൂല്ലേ? അടിപൊളിയാണ്. നമ്മുടെ കനകയുടെ എടുത്താരുടെയും കളി നടക്കത്തില്ല. നമ്മുടെ കനകയെല്ലാം പൊളിച്ചടുക്കി കൈ കൊടുക്കും. ഏതായാലും അത് തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ ദേവയാനി നയനിയും കൂടി എല്ലാവരെയും അങ്ങോട്ട് പൊട്ടന്മാരാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിനിടയിൽ കനകയോട് വേണ്ട കളി അങ്ങനെ കനകയുടെ മുമ്പിൽ വന്ന് വീഴുകയാണ് നമ്മുടെ നയനയും ദേവയാനിയും. അത് തന്നെയാണ് കേട്ടോ അടുത്ത ആഴ്ചയിലെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഇവരാരും കാണാതെ അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, ഹോട്ടലിൽ പോകുന്നു, ആരും കാണാതെ ഇവര് ഭയങ്കരമായിട്ടും അങ്ങ് സ്നേഹിക്കുന്നു. അതുകൂടാതെ വീട്ടിൽ ആരും ഇല്ലാത്ത സമയം നോക്കി നമ്മുടെ ശ്രീവിദ്യയുടെ പണ്ടത്തെ ആ ഒരു സിനിമയിലെ പാട്ടുണ്ടല്ലോ, അപ്പൊ ആ ഒരു പാട്ട് നിങ്ങൾ കേട്ട് കാണും. ആ പാട്ടൊക്കെ വെച്ച് അടിപൊളിയായിട്ട് ഇവർ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് പെട്ടെന്ന് നമ്മുടെ നയനയ്ക്ക് വേണ്ടി കുറേ വഴിപാടുകളൊക്കെ ഇങ്ങനെ നേർന്നിരുന്നു ദേവയാനി. അങ്ങനെ ഒരു കാട്ടിനകത്തെങ്ങാണ്ടൊരു അമ്പലമുണ്ട്. അപ്പൊ ആ അമ്പലത്തിൽ പോയി ആ ഒരു വഴിപാട് നടത്തിക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ എന്നും ഇവർ പോകുന്ന ഒരു അമ്പലം ഉണ്ടല്ലോ, അവിടെ പോയി കഴിഞ്ഞാൽ പണി കിട്ടുവേ. അവിടുത്തെ ശാന്തിക്ക് ഇവരുടെ കുടുംബക്കാരെ മൊത്തം അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പോയാൽ ഒരു 1.5 പണി തന്നെ കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ദേവയാനി ആരും അറിയാതെ നയനിയും കൂട്ടി പോകുന്നത് ഒരു കാട്ടിനകത്തെ അമ്പലത്തിലേക്കാണ്. പക്ഷേ ദൈവം ഉള്ള കാലം മുഴുവനും ഈ ഒരു കള്ളം മറച്ചു വെക്കാൻ വേണ്ടി ആരെയും സമ്മതിപ്പിക്കത്തില്ല. എന്തൊരു കള്ളം മറച്ചു വെച്ചാലും ഇല്ല, ഇനിയിപ്പം എന്തൊരു കള്ളം ചെയ്താലും ഒരു തെളിവ് അവശേഷിക്കുന്നൊക്കെ പറയുന്ന പോലെ എന്ത് കള്ളത്തരം കാണിക്കാൻ ശ്രമിച്ചാലും ഒരാളെങ്കിലും പിടിക്കും. ആ ഒരാൾ വേറെ ആരും ആകാത്തത് നന്നായി. ഒന്ന് ഓർത്ത് നോക്കിയേ, ജലജയോ നമ്മുടെ അനാമികയോ പിന്നെ ജാനകിയോ ഒക്കെ പിടിച്ചിരുന്നെങ്കിൽ എന്തായേനെ? പോട്ടെ, ആദർശമൊക്കെ ആയിരുന്നെങ്കിലോ. ഏതായാലും ഇവരുടെ ആരുടെയും കയ്യിലല്ല ചെന്ന് പെടുന്നത് നമ്മുടെ കനകയുടെ കയ്യിലാണ്. അപ്പം കനക എന്ത് ചെയ്യുന്നു? ഇവര് കളിക്കുന്നതിന്റെ അപ്പുറം കളി നമ്മുടെ കനക കളിപ്പിക്കുകയാണ്. ഇവരെ കൊണ്ട് പാവക്കൂത്ത് തന്നെ കളിപ്പിക്കുകയാണെന്ന് പറയാം. കാരണം ഇതൊക്കെ അറിഞ്ഞിട്ടും അറിഞ്ഞ ഭാവം നടിക്കാതെ ഇവരെ രണ്ടുപേരുടെയും കൂടെ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കോമഡി ആയിട്ട് തന്നെ കേട്ടോ. ഓരോ ദിവസം ചെല്ലുന്നോറും കഥയുടെ ആ ഒരു ഇൻട്രസ്റ്റ് കൂടി വരികയാണ്. നമുക്ക് ആദ്യമൊക്കെ ഉണ്ടല്ലോ ഇടയ്ക്കൊന്നും കാണാൻ ഒരു ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇപ്പം പ്രേക്ഷകരുടെ മനസ്സിനെ കീഴടക്കിയിരിക്കുകയാണ്. ഏതൊരു പോലീസിനൊരു അബദ്ധം പറ്റൂലോ, അതുപോലെ നാവൊന്ന് പിഴച്ചു പോയതാണ്. അപ്പം കീഴടക്കിയിരിക്കുകയാണ് നമ്മുടെ നയനയുടെയും ആദർശിന്റെയും കഥ. അതുമല്ല, റേറ്റിങ്ങിൽ ഇപ്പം 1ാമത് നിൽക്കുന്നത് നമ്മുടെ ഈ ഒരു കഥ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഓരോരോ കള്ളത്തരമൊക്കെ കാണിച്ച് രക്ഷപ്പെട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ മകൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് റൂമിനകത്ത് കൊടുക്കുന്നുണ്ട്. അതിനിടയിലൊക്കെ ചെറിയ സംശയങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ, ജാനകിക്കും അതുപോലെ ജലജയ്ക്കും ഒക്കെ. പക്ഷെ ദേവയാനി അവിടെ പിടിയൊന്നും കൊടുക്കുന്നില്ല അവർക്കെതിരെ. അതുമല്ല, നമ്മുടെ മുത്തശ്ശിക്കും ചെറിയ സംശയങ്ങളൊക്കെ തോന്നുക. അപ്പൊ മുത്തശ്ശൻ ഇതിന്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. നമ്മുടെ മൂർത്തി മുത്തശ്ശൻ തീർത്ഥാടനത്തിനാണോ എവിടെയെങ്ങാണ്ടൊക്കെ പോയേക്കോന്ന് ആണല്ലോ. സത്യത്തില് നമ്മുടെ മൂർത്തി മുത്തശ്ശൻ ഇപ്പം ബിസിയാ, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു കാണുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ബിസി ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഏതായാലും തിരികെ എത്തുകയാണ് അടുത്ത ആഴ്ച. ഏതായാലും ഈ ഒരു എത്തലും ഒത്തിരി സന്തോഷമാണ് മുത്തച്ഛൻ ഉണ്ടാക്കുന്നത്. അപ്പൊ മുത്തച്ഛൻ വന്ന ഉടനെ തന്നെ നയനെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ്. നയനയുടെ ആ ഒരു അവാർഡൊക്കെ എടുത്തിട്ട് വലിയ സന്തോഷത്തോടു കൂടി ആ അവാർഡൊക്കെ എടുക്കുകയും നമ്മുടെ നയനെ ഒരുപാട് എന്താ പറയുക അപ്രിഷ്യേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനിടയിൽ നമ്മുടെ നയനയ്ക്ക് ഒരു അടിപൊളി സമ്മാനമൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഒരു സമാധാനവും ഇല്ലാതെ, സത്യം പറഞ്ഞാൽ നിലയില്ലാ കയവല്ലേ അത് തന്നെ, അതിൽ നീന്തുവാണെന്ന് പറയും നമ്മുടെ അനാമിക എങ്ങനെയെങ്കിലും നമ്മുടെ നയനെ ഒന്ന് ഗെറ്റ് ഔട്ട് അടിക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ഇനിയും പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വൻ പരാജയം ഏറ്റുവാങ്ങിയ ഓരോ ശ്രമങ്ങളും പാളി പൊക്കോണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നമ്മുടെ നന്ദുവിന്റെ അടുത്തേക്ക് ഒരാൾ പോകുന്നുണ്ട്. അതാരാ? ചിക്കൻ ബോക്സ് ആയിട്ട് കിടക്കുന്ന നന്ദുവിന്റെ അടുത്തേക്ക് നമ്മുടെ അനി പോവുകയാണ്. ഈ ചിക്കൻ ബോക്സ് ആയിട്ട് കിടക്കുന്ന നന്ദുവിന്റെ അടുത്തേക്ക് അനി പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ചിക്കൻ ബോക്സ് സ്വാഭാവികമായിട്ടും അനിക്ക് വരും.
ഏതായാലും അനിക്ക് ചിക്കൻ ബോക്സ് വരുന്നുണ്ട്. അങ്ങനെ അനിക്ക് ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടെ ഉള്ള എല്ലാവർക്കും മനസ്സിലാകും നന്ദുവിന്റെ അടുത്തേക്ക് അനി പോയിട്ടുണ്ട്. അനാമികയ്ക്ക് സഹിതം പിടികിട്ടും. ഏതായാലും ഇതൊരു വലിയ വിഷയമൊക്കെ ആയിട്ട് തീരുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒതുക്കി തീർക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശനും കൂടെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതിന് ഇപ്പൊ എന്താ തെറ്റിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അനിയോട് രഹസ്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. നീ അങ്ങനെയൊന്നും ചെയ്യരുത്, കാരണം നിന്റെ ഭാര്യയായിട്ട് അനാമികയാണ് കൂടെ ഉള്ളത്. നീ തലമറന്ന് എന്നെ തേക്കരുത് പോലെ, കാരണം വേറൊന്നുമല്ല, നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം നീ കാത്തു സൂക്ഷിക്കണം. നമുക്ക് ഇങ്ങനെ ഇതുവരെ ഒരു ചീത്തപ്പേരുണ്ടായിട്ടില്ല. ഇപ്പൊ മോനായിട്ടൊരു ചീത്തപ്പേരൊന്നും ഉണ്ടാക്കി വെക്കരുതെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കുമാണ് നമ്മുടെ അനിയുടെ മനസ്സ് തുറക്കുന്നത് മുത്തശ്ശിയുടെ മുന്നിൽ. മുത്തശ്ശി, ഞങ്ങൾ ഇതുവരെ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടില്ല. അതിനെനിക്ക് പറ്റൂന്നും തോന്നുന്നില്ല. ഞാൻ നിങ്ങളെയൊക്കെ കാണിക്കാൻ വേണ്ടി അഭിനയിച്ചാണ് ഇത്രയും നാളും ജീവിച്ചുകൊണ്ടിരുന്നത്. സത്യത്തിൽ നന്ദു എൻ്റെ മനസ്സിൽ കയറി പറ്റിയിട്ടൊന്നുമല്ല. ഒരു തരത്തിൽ നന്ദു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ശരിയാണ്. പക്ഷേ അനാമികയുടെ സ്ഥാനത്ത് ഇപ്പം വേറൊരു ഭാര്യ ആയിരുന്നുവെങ്കിൽ, വേറൊരു നല്ലൊരു പെണ്ണായിരുന്നുവെങ്കിൽ, ഇപ്പം നയനേടത്തിയുടെ സ്വഭാവമുള്ള ഒരു പെണ്ണൊക്കെ ആയിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെ ആവില്ലായിരുന്നു. ഞാൻ നന്ദുവിനെ ചിലപ്പോൾ മറന്നേനെ. പക്ഷെ അങ്ങനെയല്ല അനാമിക. അവൾ ഈ വീട്ടിൽ വന്നതിന് പല ഉദ്ദേശങ്ങളുണ്ട്. അവൾ ഇവിടെ എല്ലാവരെയും കുത്തിത്തിരിക്കുകയും അതുപോലെ തന്നെ നയനേടത്തിനെയും നവ്യേടത്തിനെയും ഈ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞയക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനോടൊപ്പം എൻ്റെ അമ്മയുടെ മനസ്സ് വരെ മാറ്റിയെടുത്തിട്ടാ അവൾ ഈ വീട്ടിലേക്ക് കയറിയത്, അറിയാലോ. അതുകൊണ്ട് എവിടം വരെ പോകുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എല്ലാം സഹിക്കാൻ തയ്യാറാണ് മുത്തശ്ശ, എനിക്ക് പ്രശ്നമില്ല. പക്ഷെ എൻ്റെ ജീവിതം എവിടെ ചെന്ന് അവസാനിക്കുന്നൊന്നും എനിക്കറിയില്ല. അതിന് യാതൊരു ഗ്യാരണ്ടി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനി പോകുന്നുണ്ട് കേട്ടോ. ഏതായാലും അനിക്ക് ചെറിയ ചിക്കൻ ബോക്സ് ഒക്കെ വരുന്നുണ്ട്. ഏതായാലും പിന്നെ കാണിക്കുന്ന കുറച്ച് സീൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ അഭിക്കാണെങ്കിൽ ജ്വല്ലറിയിലാണെങ്കിൽ ഒരു സമാധാനവും കിട്ടുന്നില്ല. ജ്വല്ലറിയിൽ ഓരോ ദിവസം ചെല്ലുന്തോറും നയനയുടെ പേര് ഇങ്ങനെ കേട്ട് 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 ചെവിക്കകത്ത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദനയാണ് നമ്മുടെ അഭിക്ക്. അതുപോലെയാണ് അഭി അവിടെ നിൽക്കുന്നത്. ആ കാര്യം വന്ന് വീട്ടിൽ പറയുകയും ജലജോട് പറയുക, എങ്ങനെയെങ്കിലും അവളെ ആ ഒരു മൂത്തീസ് ജ്വല്ലറിയിൽ നിന്നൊന്ന് ഒഴിവാക്കി കിട്ടിയാൽ മതിയായിരുന്നു. നയനാസ് ഡിസൈൻ തിരക്കി മാത്രമാണ് ഇപ്പൊ അവിടെ ആൾക്കാർ കയറി വരുന്നത്. അത് കാണുമ്പോൾ എനിക്ക് കലി വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ജലജ പറയുന്നുണ്ട്, നമ്മൾ കലിച്ചിരുന്ന കാര്യമില്ല, നിനക്കൊരു ഭാര്യ ഉണ്ടല്ലോ, അവളെ കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ നിനക്ക്? എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ നിനക്ക്? ഏതായാലും ഇനി ഒരൊറ്റ കാര്യമുള്ളൂ, അവളെ എങ്ങനെയെങ്കിലും പണ്ടത്തെ പോലെ കുത്തിത്തിരിപ്പിച്ച് രണ്ടിനെ രണ്ട് വഴിക്കാക്കാൻ നോക്കണം. നയനെ ഒരു വഴിക്കാക്കാൻ നോക്കണം, നവ്യനെ ഒരു വഴിക്കാക്കാൻ നോക്കണം. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് കാര്യമുള്ളൂ, അവളുടെ ചേച്ചീനെ കൊണ്ട് തന്നെ നമുക്ക് അവൾക്ക് തിരിച്ചടി കൊടുപ്പിക്കണം. അതിനെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാൻ പറയുമ്പോൾ എങ്ങനെയാ? അതിനിപ്പോൾ അവള് കന്യാമറിയ ആയിട്ടിരിക്കുകയല്ലേ. പണ്ടത്തെ പോലെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ ഇപ്പം നയന എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ നാവിൽ ഇങ്ങനെ അലിക്കട്ട ഒലിഞ്ഞോണ്ടിരിക്കുക. ആ ഒരു സമയത്ത് ഞാൻ എന്ത് ചെയ്യാനാന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ നിന്റെ കഴിവാ. നീ ഒരു കാര്യം ചെയ്യും, അഭിനയിച്ചാണെങ്കിലും അവളെ ഇങ്ങനെ സ്നേഹിച്ച് വശത്താക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നയനയായിട്ട് അകത്താൻ നോക്ക്. അതാ നീ ചെയ്യേണ്ടത് പറയുമ്പോൾ, പിന്നെ തമാശയ്ക്ക് പോലും എനിക്ക് അവളെ സ്നേഹിക്കാൻ പറ്റില്ലമ്മേ. അവളുടെ മുഖം കാണുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഏതാണ്ട് പിശാച് കുരിശ് കണ്ട ഒരവസ്ഥയാണ്. കാരണം വേറൊന്നുമല്ല, അവള് കാരണമാണല്ലോ എൻ്റെ കോടീശ്വരിമാര് എനിക്ക് നഷ്ടമായത്. ഇല്ലെങ്കിൽ ഒരു കോടീശ്വരീനെ വിവാഹം കഴിച്ചിട്ട് ഇപ്പം ഇവിടെ സുഖമായിട്ട് വാഴായിരുന്നു. 1, 2, 3 ജ്വല്ലറി നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാമായിരുന്നു. ഇതെല്ലാം നിന്റെ കഴിവുകേട് തന്നെയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭിനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇതിനിടയ്ക്ക് നമ്മുടെ വേണുവും ജാനകിയും കൂടി വീണ്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് അനാമികയെ കുത്തിത്തിരിച്ച് വിടുന്നുണ്ട് കേട്ടോ. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ വീരം വെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കണം. അപ്പൊ ഈ ഒരു ചിക്കൻ ബോക്സ് പിടിച്ച് അത് വലിയ പ്രശ്നമാക്കി അനാമിക മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, മുത്തശ്ശനും വരുന്നതോടെ അതിന് ഒരു വലിയൊരു പ്രസക്തി ഉണ്ടാവുന്നില്ല. മുത്തശ്ശി ഇടവിട്ട് തന്നെ അതങ്ങ് അത് തേഞ്ഞു മാഞ്ഞങ്ങ് പോവുകയാണ്. അവിടെയും നമ്മുടെ അനാമികയ്ക്ക് തോൽവി തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഇതിനിടയിലാണ് നമ്മുടെ ആ ഒരു വൻപൻ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ അത് കഴിഞ്ഞോ ഒന്നും ഉണ്ടായിരിക്കത്തില്ല. ഏതായാലും അടുത്ത ആഴ്ച എപ്പോഴേലും ഒരു സീൻ ആയിരിക്കാം. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ നയനെയും കൊണ്ട് ദേവയാനി പോവുകയാണ് ആ ഒരു അമ്പലത്തിലേക്ക്. ഈ സമയത്താണ് പെട്ടെന്ന് എന്തോ മരുന്ന് മേടിക്കാനോ, ചിക്കൻ ബോക്സ് ആണല്ലോ, അപ്പൊ എന്തോ മരുന്ന് മേടിക്കാനോ മറ്റും നമ്മുടെ കനക വരുന്നത്. അപ്പം അവിടെ ആ ഒരു കാട്ടിന്റെ സൈഡിൽ എങ്ങാണ്ടാണ് ഒരു വൈദ്യഷോപ്പ്, ഒരു വൈദ്യന്റെ കടയിൽ നിന്ന് പച്ചമരുന്നാണല്ലോ കൂടുതലൊക്കെ യൂസ് ചെയ്യുന്നത് ഇതിനപ്പം. അതുകൊണ്ട് പച്ചമരുന്ന് മേടിക്കാൻ വേണ്ടി വരുന്നതാണ്. അപ്പൊ ഈ ഒരു കാടേരിയ തന്നെയാണ് കേട്ടോ. കാട്ടിനകത്തുള്ള ഒരു അമ്പലം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ ദേവയാനി ആ ഒരു പരിസരത്തൂടെയാണ് വരുന്നത്. അപ്പൊ അവിടെ എന്തൊക്കെയോ മരുന്നുകൾ കിട്ടുന്നോ, അതുപോലെ തന്നെ ആ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കോ, അങ്ങനെ എങ്ങാണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിനൊരു ക്ലാരിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല.
അപ്പൊ അങ്ങനെയാണ് ആ ഒരു വഴിക്ക് വെച്ചാണ് കാണുന്നത് കനകദുർഗ. അങ്ങനെ കനകദുർഗ എന്ന് പറയുന്നത് ചിലവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, കനക എന്ന് തന്നെ പറയാം. അപ്പൊ കനക അങ്ങനെ കാണുകയാണ്. അപ്പം കനക ഇത് കണ്ടിട്ട് ഇതെന്ത് പറ്റി ഇവരിവിടെ നമ്മുടെ നയനയ്ക്കാണെങ്കിൽ മുല്ലപ്പൂ ചൂടിക്കൊടുക്കുന്നു, അവിടെ ക്ഷേത്രത്തിൽ നിന്ന് പൂജിക്കുന്നു, ഈ എന്താ പറയുക, ഈ ആരതി ഒഴിയാന്നൊക്കെ പറഞ്ഞില്ല അതുപോലെ, അതും കണ്ണേറൊക്കെ മാറാൻ വേണ്ടി. എനിക്ക് ഒരുപാട് കണ്ണേറുണ്ടല്ലോ, അപ്പം ദേവയാനി എപ്പോഴും പറയും നമുക്ക് ഒരുപാട് കണ്ണേറുണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ ആ കണ്ണേറൊക്കെ മാറാൻ വേണ്ടി നല്ലൊരു അമ്പലമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. അങ്ങനെ ഉഴിഞ്ഞൊക്കെ ഇടുന്നുണ്ട്. ഇത് സംശയപരമായിട്ട് തന്നെയാണ് നമ്മുടെ കനക കാണുന്നത്. ഇത് മാത്രമല്ല, കനക ഇവരെ പുറകെ പോവുകയാണ്, ഇവരുടെ പുറകെ പോയി ഇവരുടെ പുറകെ പോയിട്ട് നമ്മുടെ കനക ഇവരുടെ എല്ലാ മൂവ്മെന്റ്സും ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കുകയാണ് അമ്മായിയമ്മയും മരുമകളും ഒന്നിച്ചു എന്നുള്ള ആ ഒരു സത്യം. ഇത് അറിഞ്ഞതോടെ ഒരു ഞെട്ടലായിരുന്നു നമ്മുടെ കനകയ്ക്ക്. കനക പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവരെ ഇട്ട് വട്ട് കളിപ്പിക്കുകയാണ്. അതായത് നമ്മുടെ കനക അനന്തപുരി തറവാട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. വന്നിട്ട് ഇവരെ ഇട്ട് പട്ട് കളിപ്പിക്കുന്ന കുറച്ച് സീനുകളുണ്ട്. അതായത് നയനയും ദേവയാനിയും കനകദുർഗയുടെ മുമ്പിൽ കിടന്ന് അങ്ങോട്ട് അഭിനയിച്ച് തകർക്കാണ് കേട്ടോ. അവൾ അങ്ങനെയാണ്, ഇവൾ ഇങ്ങനെയാണ്, നിന്റെ അമ്മ വന്നിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞങ്ങോട്ട് അഭിനയിച്ച് തകർക്കാണ്. അപ്പൊ എന്താണ് കനക ചെയ്യുന്നത്? ദേവയാനിയുടെ അതും ഇതും ഒക്കെ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്താ കാര്യം, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, നിങ്ങൾ ഇങ്ങനെയല്ലേ, നിങ്ങൾ എന്നെ കൂടുതൽ ഭരിക്കാനൊന്നും വരണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇവര് തമ്മില് നമ്മുടെ നയനയ്ക്കും ദേവയാനിക്കും കനകനെ അറിയാം, കനക ഭാവമാണെന്ന് ദേവയാനിക്ക് അറിയാം. പക്ഷെ കനകയ്ക്കും അറിയാം ഇവർ ഒന്നിച്ചു വന്നു. പക്ഷെ ഇവര് തമ്മിൽ അറിഞ്ഞു വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന കുറേ സീനുകളൊക്കെ ഉണ്ട് കേട്ടോ. മനസ്സിലാക്കുന്നില്ല നമ്മുടെ ദേവയാനി കനകയെല്ലാം അറിഞ്ഞു എന്ന്, നയനയും മനസ്സിലാക്കുന്നില്ല. അപ്പൊ അവിടെ കളിക്കാൻ പറ്റിയ കളി നമ്മുടെ കനകയ്ക്ക് തന്നെയാണല്ലോ. അപ്പം കനക കുറച്ച് കളിപ്പിക്കുന്നുണ്ട് രണ്ടിനെയിട്ട്. ഏതായാലും ഓട്ടത്തൊട്ടിയിൽ വെള്ളം കോരിക്കുക തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള കുറച്ച് അടിപൊളി സീനുകളൊക്കെ ഉണ്ട്. അപ്പം ഇതെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. ഞാൻ ഒത്തിരി പറഞ്ഞ് ബോറാക്കുന്നില്ല. ചെറിയൊരു സീനാണ് കിട്ടിയത്. പിന്നെ നമുക്ക് കിട്ടിയ സീനുകൾക്കൊക്കെ ഇടയിൽ വെച്ചാണ് ഞാൻ ചെറിയൊരു പ്രമോയായിട്ട് വന്നത് കേട്ടോ. അപ്പം നെക്സ്റ്റ് വീക്ക് പ്രമോയാണ്. ഇനി എന്തെങ്കിലും പുതിയ അപ്ഡേറ്റുകൾ കിട്ടുകയാണെങ്കിൽ നമ്മൾ അറിയിക്കാം. ഇനിയിപ്പോൾ നാളെ വിശേഷം ഉണ്ടെങ്കിൽ നാളെ രാവിലെ തന്നെ ഫുൾ വിശേഷവുമായിട്ട്, കറക്റ്റ് 7:30 തന്നെ ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും വീണ്ടും ഒരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ ബൈ ബൈ.